ബീഫ് തിന്നടി തിന്നടി ബീഫ്. ഏത് കേരളത്തിന്റെ കഥയാണ് ഇവന്മാർ കാണിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശരിക്കും കേരളത്തിലായിരുന്നെങ്കിൽ കേരളത്തിലുള്ളവന്മാർക്ക് സ്വന്തം ഉണ്ടാക്കി തിരികാൻ പോലും ബീഫ് തികയുള്ള, എന്നിട്ടാണ് ബാക്കിയുള്ള ഉണ്ടാക്കി തിരികാൻ പോണത്. മാപ്പിൽ പോലും ഇല്ലാത്ത കേരളത്തിൽ നിന്നുള്ള ശാലിനി ഉണ്ണികൃഷ്ണൻ തിരുവനന്തപുരം തേക്കപ്പെട്ട സുന്ദരിക്കും ശേഷം അടുത്ത അപരാധമായിട്ട് പ്രൊപ്പഗണ്ട ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. കേരള സ്റ്റോറി 2 ഇത്തവണ മിനിമം 2 നാഷണൽ അവാർഡെങ്കിലും മേടിച്ചിരിക്കുന്നു ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് അണ്ണന്മാർ വന്നേക്കുന്നത്. ട്രെയിലർ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഡയറക്റ്റ് ആയിട്ട് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുകയാണ്, പച്ചയ്ക്ക് വർഗീയത കാണിക്കുകയാണ്. ഏത് യൂണിവേഴ്സിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് മൊത്തം കണ്ടിട്ടും ഒരു ഐഡിയ മനസ്സിലായിട്ടില്ല ഏത് കേരളത്തിലും ഏത് ഇന്ത്യയിലാണ് ഇത് നടക്കണമെന്ന്. ഏറ്റവും കിഡ്നി ടച്ചിങ് ആയിട്ട് ഒരു സീൻ കാണിക്കുന്നുണ്ട്. പട്ടിണി കിടന്ന് മരിച്ചാലും ബീഫ് കഴിക്കില്ല എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ അണ്ണാക്കിൽ ബീഫ് കുത്തി കയറ്റുന്നത്. എടി ഏത് കേരളത്തിലൂടെ ഇതൊക്കെ നടക്കണേ? കേരളത്തിലായിരുന്നെങ്കിൽ നിങ്ങളുടെ പാത്രത്തിരിക്കുന്ന ബീഫും കൂടെ അവളെടുത്ത് തിന്നേനെ. സ്വന്തം അണ്ണാക്കി തിരികാൻ പോലും ഇവിടെമാർക്ക് ബീഫ് തികയുള്ളൂ, എന്നിട്ടാണ് ബാക്കിയുള്ളവർക്ക് ബീഫ് കൊടുക്കുന്നത്. മലയാളികൾ ബീഫ് കഴിക്കുന്നത് ആരും അണ്ണാക്കി കൊണ്ട് തിരികെ കുത്തി കൊടുത്തിട്ടല്ല, ബാക്കിയുള്ളവരുടെ അണ്ണാക്കിൽ ബീഫ് തിരികെ ആനന്ദം കണ്ടെത്തുന്നവരുമല്ല മലയാളികൾ. വേണമെങ്കിൽ നിങ്ങളുടെ പാത്രത്തിരിക്കുന്ന ബീഫ് കൂടെ ഞങ്ങൾ എടുത്ത് കഴിക്കും, എന്നാലും ഞങ്ങളുടെ പാത്രത്തിൽ നിന്ന് ഒരു കഷ്ണം പോലും അങ്ങോട്ട് കിട്ടൂല. ഇത്തവണ കേരളം മാത്രമല്ല 3 സ്റ്റേറ്റിനെ അവന്മാർ പിടിച്ചിട്ടുണ്ട്. കേരളം, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ആൻഡ് ടാർഗറ്റ് ഓഡിയൻസും പ്രൊപ്പഗണ്ടയും സെയിം തന്നെയാണ്. ഇടയ്ക്ക് കുറെ ക്യാപ്ഷൻസ് എഴുതി കാണിക്കുന്നുണ്ട്. എന്റെ പൊന്നു, അതൊക്കെയാണ് അൺസഹിക്കബിൾ. ഫസ്റ്റ് പാർട്ടിൽ തന്നെ അമ്മാതിരി അപരാധമാണ് അവന്മാർ കാണിച്ചു വെച്ചിട്ടുള്ളത്, എന്നിട്ട് നാഷണൽ അവാർഡും കിട്ടി. അപ്പൊ പിന്നെ ഇനി വരാൻ പോകുന്ന സെക്കൻഡ് പാർട്ടിൽ അപരാധത്തിന്റെ എക്സ്ട്രീം ലെവലിനെ കാണും. മിനിമം 2-3 നാഷണൽ അവാർഡ് മേടിച്ചിരിക്കുകയും ചെയ്യും. ഇവനൊക്കെ ഏത് കേരളത്തിൽ നടന്ന കാര്യമാണോ ഈ പറയുന്നത്? കേരളത്തിന്റെ മാപ്പ് പോലും ഈ കേസറികൾ കണ്ടിട്ടുണ്ടാവില്ല, എന്നിട്ടാണ് കേരള സ്റ്റോറി കൊണക്കാൻ വന്നേക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാവരും രാവിലെ എണീറ്റ് ബാക്കിയുള്ളവർ അണ്ണാക്കിൽ ബീഫ് തിരികാൻ നടക്കൂല്ലേ? എന്തോന്നറിയ ഇതൊക്കെ? ഇനി സിനിമ വരുമ്പോൾ എന്തൊക്കെ കോപ്രായങ്ങളാണോ ഈശോ ഇനി അതിൽ കാണേണ്ടി വരുന്നത്? ഇന്ത്യയിൽ തന്നെ അല്ലേ ഇതും റിലീസ് ചെയ്യണത്? ദ ഗ്രേറ്റ് ഇന്ത്യൻ സെൻസർ ബോർഡ് ഇതൊന്നും കാണുന്നില്ലേ? ഇതൊന്നും ഒരു പ്രശ്നവും അല്ല അവന്മാർക്ക്. ഇവിടെ ഏതൊരു മലയാള സിനിമയിൽ ബീഫ് ഉപയോഗിച്ചെന്ന് പറഞ്ഞ് ആ സീൻ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഒരു വിജയ് സിനിമ അത് ഇപ്പോഴും പെട്ടിക്കാത്തിരിക്കുന്നു. അതിനൊന്നും നമുക്ക് സെൻസർ കൊടുക്കാൻ പാടില്ല. ഈ പച്ചയ്ക്ക് വർഗീയത എടുത്ത് പ്രൊപ്പഗണ്ട കാണിക്കുന്ന സിനിമകൾക്ക് ക്ലീൻ യു സർട്ടിഫിക്കറ്റും 2 നാഷണൽ അവാർഡും. ഈ അണ്ണാക്കിൽ ബീഫ് തിരിക്കുന്ന സീനൊന്നും ഇവന്മാർ കണ്ടില്ലേ? അതോ ഇതിൽ ബീഫ് തിരിക്കുന്ന പോലെ സെൻസർ ബോർഡിന് അണ്ണാക്കിൽ വേറെ എന്തെങ്കിലും തിരികെ കൊടുത്തിട്ടാണ് ഇവന്മാർ ഈ സിനിമ കണ്ടത്? ഇമാതിരി പച്ചയ്ക്ക് വർഗീയത പറയുന്ന സിനിമകൾ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു സെൻസറിംഗ് ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഇറക്കി വിടും. എന്നിട്ട് ബാക്കിയുള്ള സിനിമകളിൽ കത്രിക വെച്ച് വെട്ടിച്ചുരുക്കി പണ്ടാരം അടക്കിയിട്ട് ഒരു വൃത്തിയുടെ സാധനം ഇറക്കി വിടാൻ സമ്മതിക്കും. എന്തൊക്കെയാണ് ഇന്ത്യയിൽ നടക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് എവിടെയോ നടന്ന ഏതൊക്കെയോ യൂണിവേഴ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് കാണിച്ചിട്ട് വെറുതെ പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടിയിട്ട് ഓരോ സിനിമകൾ പടച്ചുവിടുകയാണ്. ഏത് കേരളത്തിലാണ് ഇതൊക്കെ നടക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല.